നമസ്കാരം. എനി ടൈം ന്യൂസിൻ്റെ പിന്നിട്ട് വഴികളുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എനി ടൈം ന്യൂസ് എത്തിച്ചേർന്നിരിക്കുന്നത് ചെറുതുരുത്തിയാണ്, നിളയുടെ തീരത്താണ്. നിളയുടെ തീരത്ത് ഏറ്റവും പ്രൗഢഗംഭീരമായി ഒരു സ്ഥാപനം ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ മെഡിക്കൽ കോളേജാണ് PNNM മെഡിക്കൽ കോളേജ്. നമുക്കറിയാം, ഇതിലെ ഒരുപാട് ചികിത്സാ രീതികളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും എല്ലാമാണ് പ്രതിപാദിക്കുന്നത്. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സന്ധ്യ മണ്ണത്ത് 18-ാം വയസ്സിൽ പിതാവ് കൈപിടിച്ചു കൊണ്ടുവന്നതാണ് ചെറുതുരുത്തിയിലെ നിളാതീരത്തുള്ള ആയുർവേദത്തിന്റെ ഈറ്റില്ലത്തേക്ക് സന്ധ്യ മണ്ണത്തിനെ. ചെറുതുരുത്തിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും ഷൊർണൂർ ആയുർവേദ സമാജത്തിന്റെ ദീർഘകാല പ്രസിഡന്റും PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് സെക്രട്ടറിയുമായിരുന്ന മുരളീധരന്റെ മകളാണ് സന്ധ്യ മണ്ണത്ത്. ആയുർവേദത്തോടുള്ള അഭിനിവേശം കൊണ്ട് അച്ഛൻ മുരളീധരനോടൊപ്പം നിന്ന സന്ധ്യ മണ്ണത്ത് ഇപ്പോൾ PNNM കോളേജിന്റെ നെടും തൂണാണ്. 500-ലധികം വിദ്യാർത്ഥികൾ, 60ഓളം ഡോക്ടർമാർ, 250ഓളം ജീവനക്കാർ, ഇവരെ കുറ്റവും കുറവുമില്ലാതെ കൊണ്ടു നടക്കാൻ കഴിയുന്ന പെൺകരുത്താണ് സന്ധ്യ മണ്ണത്ത്. ബിരുദവും ഹ്യൂമൻ റിസോഴ്സിൽ MBAയും PG ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സും പാസ്സായ സന്ധ്യ മണ്ണത്ത് കഴിഞ്ഞ 10 വർഷമായി പൂമുള്ളി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറാണ്. ചെറുതുരുത്തിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയത് പൂമുള്ളി ആയുർവേദ കോളേജ് എന്ന പ്രസ്ഥാനത്തിന്റെ വരവോടെയാണ്. നിളയുടെ തീരത്ത് തല ഉയർത്തി നിൽക്കുന്ന പൂമുള്ളി ആയുർവേദ കോളേജ് എന്ന മഹത്തായ സ്ഥാപനമെന്ന് കേരളത്തിന് തന്നെ മാതൃകയാവുകയാണ്. ഇന്ത്യയിലെ മികച്ച 50 ആയുർവേദ കോളേജുകളിൽ ഒന്നാകാൻ പൂമുള്ളി ആയുർവേദ കോളേജിന് കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് സന്ധ്യ മണ്ണത്ത് പറഞ്ഞു. ആയുർവേദത്തിന്റെ സാധ്യതകളെക്കുറിച്ചറിയാനും പഠിക്കാനുമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഡോക്ടർമാരടക്കമുള്ള സംഘം കോളേജിൽ എത്താറുണ്ടെന്നും സന്ധ്യ മണ്ണത്ത് പറഞ്ഞു. പിതാവ് മുരളീധരന്റെ വേർപാട് തളർത്തിയെങ്കിലും പിതാവിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് ആയുർവേദത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് സന്ധ്യ മണ്ണത്ത്. സന്ധ്യ മണ്ണത്തിന്റെ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പുഞ്ചിരിയോടെ നമ്മെ വരവേൽക്കുന്ന മുരളിയേട്ടന്റെ ഛായാചിത്രം കാണാൻ കഴിയും. മകൾക്ക് കാവലാളായി ഞാൻ എന്നും കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാകാം അത്. മാം, സ്വാഗതം. നമസ്കാരം. ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിരിക്കാൻ സാധിച്ചു തന്നെ. എനിക്ക് തോന്നുന്നു, ആയുർവേദത്തിൻ്റെ ഈറ്റിലമായ നിളയുടെ തീരത്തേക്ക് അച്ഛൻ്റെ കൈ പിടിച്ച് വന്നപ്പോൾ അന്നത്തെ ആ ഒരു കുട്ടിയിൽ നിന്ന് ഇന്നിത്രയും എത്തി നിൽക്കുകയാണ്. പിന്നിട്ട വഴികൾ എന്ന ഈ പ്രോഗ്രാമിൻ്റെ യഥാർത്ഥമായ ഒരു വസ്തുത എന്ന് പറയുന്നത് പിന്നിട്ട് സഞ്ചരിച്ച പാതകളെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കുകയാണ്. അന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് ഇന്ന് അച്ഛൻ കൂടെയില്ല, പക്ഷെ അച്ഛൻ ഇപ്പോഴും നിഴല് പോലെ നമ്മുടെ തൊട്ടുപിറകെയുണ്ട്. എന്തിനും ഏതിനും ഉപദേശം തന്നുകൊണ്ടും ശാസിച്ചുകൊണ്ടും. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ പുറകിലേക്കുള്ള യാത്ര? തീർച്ചയായും ഒരു പിന്നിട്ട വഴികൾ എന്ന് തന്നെയാണ് അതിന് എനിക്കും നാമധേയം കൊടുക്കാൻ താല്പര്യം. കാരണം 2007 അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ ഒരുപാട് കാലത്തെ ശ്രമഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനെ പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ ആയുർവേദ കോളേജ് അഥവാ ഇന്നത്തെ PNNM സൃഷ്ടിക്കാൻ അച്ഛനായത്. കാരണം അന്നത്തെ രീതിയിൽ ശൃംഗേരി മഠത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ മഠത്തിൻ്റെ കീഴിലാണ് 2007 അച്ഛൻ ഈ സ്ഥാപനം ചെറുതുരുത്തി സ്ഥാപിച്ചത്. അന്ന് സത്യം പറഞ്ഞാൽ ചെറുതുരുത്തിയുടെ ഒരു മുഖമേ ഇങ്ങനെയായിരുന്നില്ല. ഇന്ന് PNNM കാരണം ചെറുതുരുത്തിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറുതുരുത്തിക്ക് വന്ന മാറ്റങ്ങളുടെ പിന്നിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിന്നൊരു സ്ഥാപനം PNNM ആണ്. അപ്പോൾ കേരളീയ ആയുർവേദ സമാജം എന്ന ആയുർവേദത്തിൻ്റെ തന്നെ പര്യായമായ ഷൊർണൂരിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന 125 വർഷം പാരമ്പര്യമുള്ള കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ 40 വർഷത്തോളം പ്രസിഡന്റും സെക്രട്ടറിയും വൈസ് പ്രസിഡന്റൊക്കെ ഈ സേവനം അനുഷ്ഠിച്ച ആളായിരുന്നു എൻ്റെ അച്ഛൻ മുരളീധരൻ. ചെറുതുരുത്തിക്കാരുടെ മുരളിയേട്ടൻ, ഷൊർണൂരുകാരുടെ സമാജ മുരളി എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ആ സമാജത്തിനോടും ആയുർവേദത്തിനോടും അദ്ദേഹത്തിന്റെ കറ കളഞ്ഞ സ്നേഹമാണ് സത്യത്തിൽ പൂമുള്ളി ആയുർവേദ കോളേജിന്റെ അടിസ്ഥാനം. യഥാർത്ഥത്തിൽ അന്ന് ജനങ്ങൾക്ക് കൊടുത്തൊരു വിശ്വാസമുണ്ട്.
ആ വിശ്വാസമാണ് ഇന്നും കൈമുതലായി അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പുറമേ നിന്ന് പോലും വിദേശികൾ ഇവിടെ സ്ഥിരം എത്തുന്നതാണ്. പക്ഷേ രോഗികളെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ പുറം ഭാഗങ്ങളിൽ നിന്ന് പോലും വന്നിട്ട് ചികിത്സ തേടി വരുന്നു, പൂർണ്ണ സംതൃപ്തരായി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അച്ഛൻ തെളിച്ച ആ നിലവിളക്ക് അതിങ്ങനെ കൈമാറി മകളിലേക്ക് എത്തുമ്പോൾ, അത് വിജയപ്രദമായി മുന്നോട്ട് പോകുമ്പോൾ മകളുടെ പ്രയത്നവും ഏറെ ശ്രമകരമാണ്. ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായ ആ ഒരു ചിന്ത എന്തായിരുന്നു? അല്ല, തീർച്ചയായും അച്ഛൻ തെളിച്ച വഴികളിലൂടെ തന്നെ വരുമ്പോൾ ഞാനിവിടെ സ്റ്റാഫ് മീറ്റ് ഏകദേശം 300ഓളം കുടുംബങ്ങൾ PNNM-നെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സ്റ്റാഫ് മീറ്റിങ്ങിൽ ഞാൻ പറയും, ഒരിക്കൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛനേക്കാൾ ഉപരി നിങ്ങളുടെ മുരളിയേട്ടൻ കൊണ്ട വെയിലാണ് ഇന്ന് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന തണല് എന്ന് ഞാൻ പറയാറുണ്ട്. മാതാപിതാക്കൾ പറയുന്നതാണ്, ഞാൻ കൊണ്ട തണലാണ് നീ അനുഭവിക്കാൻ പോകുന്ന 100%. അപ്പൊ ആ വെയില് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ആളുകളുടെ, ഞാനും ഒരു ജീവനക്കാരിയായിട്ട് തന്നെയാണ് എന്നെ കാണുന്നത്, PNNM-ന്റെ ഒരു പ്രവർത്തകയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അച്ഛൻ അന്ന് കൊണ്ട വെയില് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ആളുകളുടെ ഒരു ടീം വർക്കിന് ആസ്ഥാനമായുള്ള ഒരു തണല്. അച്ഛൻ തന്ന പ്ലാറ്റ്ഫോമാണ്, അച്ഛൻ തന്ന ഒരു സേവന പാരമ്പര്യം തന്നെയാണ് ഞാനും പറ്റുന്ന പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറ്റുന്ന രീതിയിൽ PNNM ആയുർവേദ കോളേജിൻ്റെ ഹോസ്പിറ്റൽ വിങ്ങിൽ നിന്ന് ചാരിറ്റി ആയിട്ട് ട്രീറ്റ്മെൻറ്റുകൾ പോകുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം രൂപയുടെ ഫ്രീ മെഡിസിൻ, സൗജന്യമായ മരുന്ന് വിതരണവും ഒരുപാട് ഏരിയകളിൽ നമുക്ക് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത ഏരിയകളിൽ പോലും ഞങ്ങൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതിലൂടെ ഒരുപാട് സേവനം ചെയ്യാൻ എനിക്കും എൻ്റെ ടീമിനും, ഒരിക്കലും ഇതൊരു വൺ മാൻ ഷോ അല്ല, കാരണം ടീം വർക്ക് മേക്സ് ഡ്രീം വർക്ക് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള പ്രിൻസിപ്പളും അധ്യാപകരും മറ്റ് ഇതര ജീവനക്കാരും എല്ലാം കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് PNNM-നെ നയിക്കാനുള്ളൊരു ശക്തിയും ബോധവും ലക്ഷ്യവും ഒക്കെ എനിക്ക് ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ ഒരു ഗുണം കൊണ്ട് തന്നെയാണ്. അച്ഛൻ്റെ ഐശ്വര്യവും അച്ഛൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സും കേരളീയ ആയുർവേദ സമാജത്തിൻ്റെ ആ പാരമ്പര്യവും ശൃംഗേരി മഠവും സന്നിധാനത്തിൻ്റെയൊക്കെ ആ ഒരു അനുഗ്രഹവും കൊണ്ട് മാത്രമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്. പിന്നെ നല്ലവരായ ചെറുതുരുത്തിക്കാരുടെ, അത് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ തന്നെ കൊണ്ട് നടക്കാൻ എനിക്കാവുന്നതും നല്ലവരായ നാട്ടുകാരുടെ ഒരു സഹകരണം കൊണ്ടും കൂടിയാണ്. ഈ കേരളത്തിന് ആയുർവേദത്തിന്റെ ശരിക്കും ഒരു അടിവേരുകളുള്ള സ്ഥലമാണ്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന കോളേജുകളിൽ മുൻനിരയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചു. അത് ഈ പറയുന്ന കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായും ഒന്നും സാധിക്കില്ല. ഒരു ടീം വർക്കിന്റെ ഫലമായി തന്നെയാണ് നമുക്കിത്. അതൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് സത്യം പറഞ്ഞ അതായത് എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എപ്പോഴും മൾട്ടി ടാസ്കിങ്ങിൽ താല്പര്യമുള്ളവരായിരിക്കും. അല്ലെങ്കിൽ പുരുഷ പ്രജകൾ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരേ സമയം വീട്ടില് ഭക്ഷണം വെപ്പായാലും കുട്ടികളെ നോക്കലായാലും കുട്ടികളെ സ്കൂളിലേക്ക് വിടലായാലും ഒക്കെ ഒരു സാധാ വീട്ടമ്മ പോലും വീട് നോക്കുന്ന അത്ര ഒരു പുരുഷന് സാധിക്കുമെന്നുള്ള എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തായാലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ചവിട്ടി താഴ്ത്താനൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഞാൻ കേൾക്കലുണ്ട് പുറത്തൊക്കെ. കാരണം ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാനുള്ള കഴിവുണ്ടാവുമോ, ശക്തി ഉണ്ടാവുമോ, ബുദ്ധിയും ബോധവും വിവേകവും ഉണ്ടാവുമോ ഈ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകൾ ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം വിജയപ്രദമായി മാറി. അതെ, 100%. താങ്കൾ അതിനോട് യോജിക്കുന്നതിൽ സന്തോഷം. ഞാൻ യോജിക്കുന്ന ചില കാര്യങ്ങൾ അത് വസ്തുത തന്നെയായിട്ട് തുറന്ന് പറയണം. കാരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് എത്ര ദൂരം ക്ഷമയോടുകൂടി സഞ്ചരിക്കുവാനും തയ്യാറാണ്. 100%. അതൊരു പുരുഷനെ ചിലപ്പോൾ സാധിച്ചു. അതെ. മാത്രല്ല ഒരു സ്ത്രീ ആയിട്ട് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഒരുപാട് പേരായിട്ട് ബന്ധപ്പെടാറുണ്ട്, ഒരുപാട് പേരെ കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരാറുണ്ട്. വളരെ ഡിപ്ലോമാറ്റിക്കായി ഡീൽ ചെയ്യാൻ ഒരു സ്ത്രീക്ക് കഴിയാറുണ്ട്. എന്ന് വെച്ചാൽ ശത്രുക്കൾ കുറവാണെന്നൊന്നുമല്ല. സ്ഥാപനം നന്നായി നടത്തുമ്പോൾ എന്തായാലും ചില അവിടെ നിന്നൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് നോക്കണ്ട. നമ്മുടെ മിഷൻ ചീത്തപ്പേരില്ലാതെ നല്ല രീതിയിൽ ഒരു സ്ഥാപനത്തിനെ നയിക്കുക, ശൃംഗേരി മഠത്തിൻ്റെ ഒരു സ്ഥാപനത്തിനെ നയിക്കുക എന്നാണ്. അത് എനിക്ക് ആരോഗ്യത്തോടുള്ള കൂടിയുള്ള കാലം ഞാൻ എന്തായാലും ചെയ്യും. മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ വിഷയം എന്താ വെച്ചാൽ, ഒരു സ്ത്രീ എരന്നു വാങ്ങിയോ പിടിച്ചു വാങ്ങിയോ ഒന്നുമല്ല സ്നേഹവും ബഹുമാനമൊന്നും കിട്ടേണ്ടത് ഒരു സ്ത്രീക്ക്. പകരം അത് സ്വമേധയാ അവളിലേക്ക് എത്തിപ്പെടുകയാണ് വേണ്ടത്. അതിനുള്ള ശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ ജീവനക്കാരും സ്ത്രീകളാണ്. അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ സത്യം പറഞ്ഞ ഒരു വേദി കൂടിയാണ് PNNM. പുരുഷന്മാരുടെ എല്ലാവിധ സഹകരണത്തോടും കൂടി തന്നെയാണ് ഈ സ്ത്രീകളെല്ലാം
സ്ഥാപനം നോക്കാൻ മുൻപന്തിയിൽ ഇന്ന് നിൽക്കുന്നതും. മെഡിക്കൽ കോളേജിലേക്ക് ആ ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ചികിത്സാ രീതികളെ കുറിച്ച് പൊതുസമൂഹത്തിന് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഏതെല്ലാം വിഭാഗമാണ്, എങ്ങനെയൊക്കെയാണ് ഇത് ക്രമീകരണങ്ങൾ? നമുക്ക് PNM ആയുർവേദ കോളേജിന്റെ കീഴിൽ ഒരു മെഡിക്കൽ കോളേജ് ബിൽഡിങ്ങും, അതായത് അവിടെ കുട്ടികൾക്കുള്ള BAMS കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, തിയറി ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽസ്, ഓഡിറ്റോറിയം, അവർക്ക് സെമിനാറിനും മറ്റു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഒരു ബിൽഡിംഗ് ഉള്ളത്. മറ്റു ബിൽഡിംഗ്, അപ്പുറത്തെ അഡ്ജസന്റ് ബിൽഡിംഗ് ഉള്ളത് തനി ആശുപത്രി സമുച്ചയമാണ്. അത് ചെറുതുരുത്തിക്ക് സത്യം പറഞ്ഞ ഒരു ഭാഗ്യം കൂടിയാണ് നമ്മുടെ ഈ പുഴയുടെ തീരത്ത്, നിളയുടെ തീരത്തുള്ള PNM ആയുർവേദ കോളേജ് ഹോസ്പിറ്റൽ. കാരണം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാവിധ വിഭാഗങ്ങളും അവിടെ ഉണ്ട്. ഒരു സാധാരണ ജനത്തിന് ആയുർവേദം എന്ന് പറഞ്ഞ ഒരു വൈദ്യൻ എന്നുള്ളൊരു ചിന്ത മാത്രമേ പൊതുവേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ആയുർവേദത്തിലും നമ്മുടെ അലോപ്പതിയിലുള്ള പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു മോഡേൺ മെഡിക്കൽ കോളേജിലുള്ള പോലെ തന്നെ വിഭാഗങ്ങളുണ്ട്. കുട്ടികളുടെ ചികിത്സയുണ്ട്, സ്ത്രീകളുടെ ചികിത്സയുണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ. ശല്യതന്ത്ര എന്ന് പറയുന്ന ഓർത്തോ വിഭാഗമുണ്ട്. ചെറിയ രീതിയിലുള്ള സർജറി, പൈൽസ്, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള സർജറി വിഭാഗങ്ങളുണ്ട്. അങ്ങനെ ഏകദേശം 10ഓളം OPകളാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് 1 മണി വരെ PNM പ്രവർത്തിക്കുന്നത്. 60ഓളം ഡോക്ടർമാരുടെ സേവനം, 62ഓളം ഡോക്ടർമാര് PGയും BAMSും കൂടി ഇവിടെ നമുക്ക് ഇപ്പോൾ സേവനം ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട്. അതുപോലെ തന്നെ 500ഓളം വിദ്യാർത്ഥികളും ഹൗസ് സർജൻസും PGകളും ഒക്കെ കൂടിയിട്ട്, PG സ്കോളേഴ്സൊക്കെ കൂടി 500ഓളം ഒരു വിഭാഗം കുട്ടികളുടെ കാറ്റഗറിയിലും വരുന്നുണ്ട്. അപ്പൊ ഒരു വലിയ കുടുംബമാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങള് ദൈവാധീനം കൊണ്ട് തരക്കേടില്ലാതെ പോണൂന്നേ പറയുള്ളൂ. എന്തായാലും ഒരുപാട് ക്രൈസിസ്, ഇപ്പൊ കൊറോണ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ച് പോരുക എന്നുള്ളതും കൂടി മറ്റൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ ദൈവത്തിന്റെ കടാക്ഷം, ഈ പറയുന്ന പോലെ എല്ലാവരുടെയും ഒരു ആശീർവാദം എല്ലാം ഞങ്ങൾക്ക് PNM ഫാമിലിക്ക്. എന്താണ് മുന്നിലേക്ക് കാണുന്ന ലക്ഷ്യം? എന്താണ്? തീർച്ചയായും PNM ആശുപത്രിയെ ഒരു സേവന രംഗത്ത് മാത്രമല്ല കേരളത്തിലെ തന്നെ ഒരു ബെസ്റ്റ് ഹോസ്പിറ്റലാക്കി മാറ്റണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യം. പിന്നെ ദ ഫസ്റ്റ് NABH അക്രഡിറ്റഡ് PG ഹോസ്പിറ്റലാണ് നമ്മുടെ PNM. അതായത് യാതൊരു വിധത്തിലും ഇൻഷുറൻസ് കവറേജ് പൂർണ്ണമായും ലഭ്യമാവുന്ന രീതിയിലാണ് നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങൾ. മാത്രമല്ല കേരളീയ ആയുർവേദ സമാജത്തിന്റെ ആ 125 വർഷത്തെ പാരമ്പര്യമുള്ള അതേ ചികിത്സാ സമ്പ്രദായമാണ് നമ്മുടെ ഇവിടെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അതേ രീതിയിൽ, അതിൽ മായം കലർത്താത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ടീം, അച്ഛന് ശേഷം വന്ന എല്ലാവരും ശ്രമിക്കുന്നത്. അതിന് എല്ലാവിധ സഹകരണവും നമ്മുടെ ചീഫ് ഫിസിഷ്യൻസായ എല്ലാ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ മികച്ച രീതിയിലാണ് കുട്ടികൾക്ക് ഇവിടെ BAMS ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BSSന്റെയും NIOSന്റെ ഒക്കെ കീഴിലുള്ള പഞ്ചകർമ്മ തെറാപ്പി കോഴ്സുകളും നമ്മൾ നടത്തുന്നുണ്ട്. അതിനേക്കാൾ 1 വർഷത്തിന്റെ 6 മാസത്തെ ഉണ്ട്. കാരണം തീർച്ചയായും, കാരണം തെറാപ്പി അല്ലെങ്കിൽ ഉഴിച്ചിലുകാർ എന്ന് നമ്മൾ പണ്ട് പേരിട്ട് വിളിച്ചിരുന്നവരാണ് ഡോക്ടർമാരെക്കാൾ ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ ഇത്രയും രോഗികളുള്ള ഒരു ആശുപത്രിയാണ് നമ്മുടെ. പ്രൈവറ്റ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ രോഗികളുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ PNM. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രോഗികളെ കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും പഠിക്കാൻ നമ്മുടെ BAMS കുട്ടികൾക്ക് ഡോക്ടർമാരാവാനും തെറാപ്പിസ്റ്റുകൾക്ക് മികച്ച തെറാപ്പിസ്റ്റുകളാവാനും അവസരം PNM ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ ക്രാഷ് കോഴ്സിന് വരുന്നൊരു സ്ഥാപനം കൂടി നമ്മുടെ PNM ആണ്. വിദേശ രാജ്യങ്ങളിൽ കൂടുതലായിട്ട് അതായത് ആളുകൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ഇതിന് പഠിക്കുവാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ വരുന്നുണ്ട്. അതെ, അത് ഏറ്റവും കൂടുതൽ നമുക്ക് ആയുർവേദത്തിനോട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു പാഷൻ തോന്നി വരുന്നത് വിദേശത്ത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ ഡോക്ടേഴ്സാണ്. അവർക്ക് ഈ 5000 വർഷം മുൻപ് ഭാരതത്തിൽ വന്ന ഈ ആയുർവേദത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 1 മാസത്തെ 2 മാസത്തെ അങ്ങനത്തെ ക്രാഷ് കോഴ്സുകൾ എടുത്ത് ഇവിടെ ചികിത്സയ്ക്കും ആയുർവേദത്തിനെ കൂടുതൽ അടുത്തറിയാനും വേണ്ടി ജപ്പാൻ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ടൈപ്പാണ് PNM. കഴിഞ്ഞ 5 വർഷമായിട്ടാണ് ഈ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണം നമുക്ക് ഇന്റർനാഷണൽ ക്ലയൻസുമായിട്ട് PNM-ന് അതിനെ ചുക്കാൻ പിടിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷം. വിദേശ രാജ്യങ്ങളിൽ ഇത്രത്തോളം പ്രാധാന്യത്തോടെ എടുക്കുമ്പോഴും എന്തുകൊണ്ടാണ് കേരള സംസ്കാരത്തിൽ ഇപ്പോഴും നമ്മൾ സ്വാഭാവികമായും മലയാളികളുടെ ചിന്താഗതി കർക്കിടക മാസം വരുമ്പോൾ ഒരു കർക്കിടക കഞ്ഞി കുടിച്ചാൽ മാത്രം മതി, അത്രയ്ക്ക് ഒരു ആയുർവേദത്തിന് ഒതുക്കുന്ന തരത്തിലേക്ക് പോകുന്നു? യഥാർത്ഥത്തിൽ പഴയ കാലഘട്ടങ്ങളിൽ നാട്ടുമരുന്നുകൾ ആണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു കൈ മുറിഞ്ഞാൽ പോലും നാട്ടുമരുന്നുകൾ ഓടി ഒരു അലോപ്പതിയിലേക്ക് പോകാത്ത തരത്തിലേക്ക് മലയാളി മണ്ണിനോടിറങ്ങി ആ മണ്ണിന്റെ മണമുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ആയുർവേദത്തെ ചേർത്ത് പിടിച്ചിരുന്നു. ഇടക്കാലം കൊണ്ട് ആ ആയുർവേദത്തിന് ഒരു പക്ഷേ ഒരു പിന്നോട്ടടി സംഭവിച്ചിട്ടുണ്ടോ?
സത്യം പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. അതായത് ഒരു കർക്കിടക ചികിത്സയ്ക്ക് അപ്പുറം ആയുർവേദം പോകാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയുർവേദത്തിനെ ചവിട്ടി മെതിക്കാനും ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇന്നും ആയുർവേദം നിലനിൽക്കുന്നത് ആയുർവേദത്തിൻ്റെ ശക്തി കൊണ്ടാണ്, അത് സയൻറ്റിഫിക് ആണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ആയുർവേദത്തിലൊരു നന്മയും സത്യമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. കാരണം ഇപ്പോൾ മോഡേൺ മെഡിസിൻ ആയാലും നമുക്ക് ലൈഫ് സേവിങ്ങിന് മോഡേൺ മെഡിസിൻ ഉണ്ടായേ പറ്റൂ, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഒരു കർക്കിടക ചികിത്സാ സമ്പ്രദായമായി മാത്രം, അല്ലെങ്കിൽ കയ്യും കാലും വേദനിക്കുമ്പോൾ ചെറിയ ഉളുക്ക് വന്നാലോ അല്ലെങ്കിൽ ചെറിയ വാദം വന്നാലോ മാത്രമുള്ള ഒരു എണ്ണതേട്ടുള്ള കുളിയായിട്ടല്ല ആയുർവേദത്തിനെ നമ്മൾ കാണേണ്ടത്. പക്ഷെ ഇന്നത്തെ സമൂഹം അത് ഒരുപാട് മാറ്റി വരുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ, PNNMന്റെ ഹോസ്പിറ്റലിൽ ചെന്നാൽ വിവിധ തരം രോഗങ്ങളായിട്ട് വരുന്ന രോഗികളെ കാണാം. അവർ എത്രത്തോളം സന്തോഷകരമായാണ് സ്ട്രക്ചറിൽ വന്നിരുന്നവർ നടന്നു പോകുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇതിലൊക്കെയാണല്ലോ നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും കൂടി നമുക്ക് നാടിനോടുണ്ട്. അല്ലാതെ വെറുതെ കുറേ ബിസിനസ് മൈൻഡായിട്ടല്ല ശൃംഗേരി ഇവിടെ സ്ഥാപനം. അച്ഛനും അങ്ങനെയായിരുന്നു. അച്ഛനും പറ്റാവുന്ന സേവനങ്ങൾ മനുഷ്യന്മാർക്ക് ചെയ്യുക എന്നുള്ളൊരു തിയറിയിൽ വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പോൾ ആയുർവേദം ഒരു കർക്കിടക ചികിത്സയല്ല, അതൊരു ആരോഗ്യ പരിപാലന ശാസ്ത്രം കൂടിയാണ് എന്നുള്ളതിലേക്ക് ഇപ്പോൾ ഇന്നത്തെ ജനത എത്തിച്ചേരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അലോപ്പതി വിഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. കാരണം അലോപ്പതിയുടെ അസോസിയേഷനുകൾ ആയുർവേദക്കാരെ തറ പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ആയുർവേദം പിടിച്ചു നിൽക്കുന്നത് പകർച്ചവ്യാധികൾ പടരുമ്പോഴാണ്. അത് അവർക്ക് ആയുർവേദ രംഗത്തെ പേടിയായിട്ടാണോ അതോ ഇനി ഇതൊരു കൊള്ളാത്ത ആയുർവേദ? കാരണം എനിക്ക് 100% ഉറപ്പാണ് പണ്ട് കാലത്ത് ആയുർവേദമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കണം മാം, ഇപ്പോൾ ആ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കണം, ഒരു പക്ഷേ ആയുർവേദത്തിനെ ഒരു പക്ഷേ യുവതലമുറകൾ അല്ലെങ്കിൽ ഇതിന് മുൻപുള്ള തലമുറകൾ പതുക്കെ പതുക്കെ കൈ ഒഴിഞ്ഞത് കൊണ്ടാണോ യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ജീവിതശൈലി രോഗങ്ങളിൽ അടിമപ്പെട്ടു പോയത്? 100%. കാരണം ഒരു ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ നമ്മുടെ ജീവിത രീതിക്ക് പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്ക് ആയുർവേദം. ആയുർവേദം ഒരു ജീവിതചര്യയ്ക്ക് മാറ്റിയാൽ തന്നെ ഒരുവിധം രോഗങ്ങളൊന്നും നമ്മളെ തളർത്തില്ല എന്നുള്ളത് അതൊക്കെ പ്രൂവ്ഡ് ആണ്, കാലം തെളിയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ പല ആളുകളും ഇപ്പോൾ 100 വയസ്സ് വരെയും 90 വയസ്സ് വരെയും 100%. കാരണം പണ്ട് കാലത്ത് ഈ മുത്തശ്ശി വൈദ്യം അല്ലെങ്കിൽ നാട്ടുവൈദ്യം, ഗൃഹവൈദ്യം എന്ന് പറയുന്നതൊക്കെ ആയുർവേദത്തിന്റെ ഒരു ഭാഗമാണ്. അതൊന്നും മറ്റ് ശാസ്ത്രങ്ങളല്ല, അതൊക്കെ സത്യത്തിൽ ആയുർവേദത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഓരോ മലയാളിയുടെ വീട്ടിലും സത്യത്തിൽ ആയുർവേദം നിലനിന്നിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതെ, തുളസിയോ വേപ്പോ മഞ്ഞളോ എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് നാൾ മുന്നേ, ഒരു വർഷം മുൻപ് ഞാൻ ഒമാൻ രാജ്യത്തിലൊന്ന് പോകേണ്ടി. ഒമാൻ രാജ്യത്തിലൂടെ സഞ്ചരിച്ചപ്പോ ബസ്സിൽ സഞ്ചരിച്ചപ്പോ എനിക്ക് ഏറെ സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട്. ഈ റോഡിന്റെ 2 സൈഡും ആര്യവേപ്പാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, ദൈവമേ, നമ്മുടെ നാട്ടിൽ ആര്യവേപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും പറമ്പിന്റെ ഒരു മൂലയിൽ മാത്രം, ആർക്കും വേണ്ടാതെ. കാരണം അത് തൊട്ട് കഴിഞ്ഞാൽ കഴിക്കും, കൂടി വന്നാൽ അതൊന്ന് അരച്ചിടും, അതിനപ്പുറം നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഈ ഒരു ആര്യവേപ്പിനെ ആ രാജ്യം ഏറ്റവും പ്രാധാന്യത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. ആര്യവേപ്പിന്റെ കൊമ്പ് പോലും അവിടെ മുറിക്കാൻ സമ്മതിക്കില്ല, അത്ര പ്രാധാന്യം സംരക്ഷണം കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഞാനും കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരുപക്ഷെ അതുകൊണ്ടാണ് ഈ വിദേശ രാജ്യത്തിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് തന്നെ ഒഴുകി വരുന്നത്. മേം പറഞ്ഞ പോലെ പാശ്ചാത്യരും അറബികളുമാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആയുർവേദത്തെ സ്നേഹിക്കുന്നവരും ആയുർവേദം ഒരു ജീവിത രീതിയാക്കി മാറ്റാൻ താല്പര്യപ്പെടുന്നവരും. മലയാളികൾ ഇപ്പോഴും ഒന്നും മടിച്ചു നിൽക്കുകയാണ് പലരും. പക്ഷെ പണ്ടത്തേക്കാൾ കുറച്ചും കൂടിയൊക്കെ ആയുർവേദം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് PNNM ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് അവയർനെസ്സുകൾ എല്ലാ വർഷവും നമ്മളിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സുകൾ നടത്താറുണ്ട്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത് എന്റെയും കൂടി ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് തന്നെ ഏകദേശം 250ഓളം സ്ത്രീ ജനങ്ങൾ ഇവിടെ ജീവനക്കാരായിട്ടുള്ളപ്പോൾ, കുട്ടികളുള്ളപ്പോൾ നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ആയിട്ട് നമ്മൾ എല്ലാ രീതിയിലും ക്യാൻസർ പ്രതിരോധിക്കാനും ക്യാൻസർ വരാതിരിക്കാനും അതിൻ്റെ ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള രീതിയിലും ഒരുപാട് ഞാൻ അതിൽ ഇടപെടാറുണ്ട്. പിന്നെ കഴിഞ്ഞ റോട്ടറി പ്രസിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് സേവന രംഗത്തും അത്യാവശ്യം പറ്റുന്ന പോലെ PNNMനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ ഇന്നർവീൽ പ്രസിഡന്റാണ്. ഇന്നർവീൽ എന്ന് പറയുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയുണ്ട്, റോട്ടറിയുടെ സ്ത്രീകളുടെ വിങ്. അപ്പൊ അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. വിദ്യാലയങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? വിദ്യാലയങ്ങളിൽ ഒരുവിധം ഈ പ്രദേശത്തുള്ള വിദ്യാലയങ്ങളിൽ മാത്രമല്ല, തൃശ്ശൂർ മുതൽ പാലക്കാട് വരെയുള്ള ഹയർ സെക്കൻഡറികളിലും കോളേജുകളിലും ഞങ്ങൾ ആയുർവേദ അവയർനെസ് കൊടുത്ത് കുട്ടികളെ ആയുർവേദത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരുപാട് പ്രയത്നങ്ങൾ നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പുതുതലമുറയ്ക്ക് ആയുർവേദ കോഴ്സിനോട് അഭികാമ്യമായി തുടങ്ങി. ഈ കൊറോണയ്ക്ക് ശേഷം നമുക്കൊരു ചെറിയ ക്രൈസിസ് വന്നിരുന്നു. കാരണം
ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആയുർവേദം എന്നല്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാലയങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയം ഇന്നത്തെ യുവതയുടെ മൈഗ്രേഷൻസ് ആണ്. കാരണം കാനഡ, ലണ്ടൻ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ യുവത്വത്തിൻ്റെ ഈ ഓടിപ്പോക്കാണ് സത്യത്തിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷെ അതും ട്രെൻഡ് മാറും, ഈ സമയവും കടന്നു പോകും എന്ന് പറയുന്ന പോലെ അത് ട്രെൻഡ് മാറി വരട്ടെ. കേരളത്തിലെ സ്ഥാപനങ്ങൾ, ആയുർവേദം മാത്രമല്ല എല്ലാ സ്ഥാപനങ്ങളിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് പൊതുവേ ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എത്രയോ ഭേദമാണ്. നമ്മുടെ സൗകര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് പല സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്നില്ല. പക്ഷെ PNNM അത് മാക്സിമം ഉപയോഗിക്കുന്ന കോഴ്സുകൾ, പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്കുള്ള കോഴ്സുകൾ ഏതൊക്കെ തരത്തിലാണുള്ളത്? ഇവിടെ നമുക്ക് BAMS കോഴ്സ് മാത്രമേ ഉള്ളൂ. BAMSന് ശേഷം അത് 60 സീറ്റാണ് ഒരു ബാച്ചിനുള്ളത്. ദൈവം സഹായിച്ച 60 സീറ്റും ഇക്കൊല്ലം ഫില്ലായിട്ടുണ്ട്. കൊറോണ സമയത്തൊക്കെ കുറച്ച് ക്രൈസിസ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് ഞങ്ങളുടെ ടീം വർക്ക് കാരണം ഞങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിച്ചു. തെറാപ്പി കോഴ്സിൽ 20 സീറ്റുകളൊക്കെ ഹ്രസ്വകാലമാണ്, 1 വർഷം 6 മാസം തുടങ്ങിയ ഒരു 50% നമ്മൾ തന്നെ ഇവിടെ പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ട്. പ്ലേസ്മെന്റ് 100%. കാരണം തെറാപ്പി കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം പോലും കുട്ടികൾക്ക് വെറുതെ ഇരിക്കേണ്ടി വരാറില്ല. ഏതെങ്കിലും സെന്ററുകളിൽ അവർക്ക് ജോലി ലഭിക്കാം. ഇതിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ആ നമ്പറിൽ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ സഹായങ്ങൾക്കും ഇവിടെ PROമാര് എല്ലാ ഫ്ലോറിലും തന്നെയുണ്ട്. അപ്പോൾ അത് എല്ലാവിധ സഹായ സഹകരണങ്ങളും, കാരണം ആയുർവേദം വളരട്ടെ. അത് നമ്മുടെ മാത്രം കാര്യമല്ല, നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ആവശ്യമാണ്. ആയുർവേദം എന്നൊരു ജീവിത രീതി എല്ലാവരും പിന്തുടരുക എന്നതാണ് ഞങ്ങളുടെയും കൂടി ലക്ഷ്യം. നിളയുടെ തീരത്ത് ഇങ്ങനെ കത്തിച്ചുലച്ച് ഇങ്ങനെ നിൽക്കട്ടെ, ഉയരങ്ങൾ താണ്ടട്ടെ. ജീവിതം എങ്ങനെ ഈ തിരക്കിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി യോജിപ്പിച്ച് എങ്ങനെ പോകാൻ പറ്റുന്നു? സമയം എന്തിനും നമ്മൾ സമയം ഉണ്ടാക്കണമല്ലോ. യാത്രകൾ ഒരുപാട് ഇഷ്ടമാണോ? യാത്രകൾ ഇഷ്ടമാണ്. സമയം കിട്ടുമ്പോൾ യാത്രകൾ പോവാറുണ്ട്. അതെ, സമയം ഇഷ്ടംപോലെ. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല PNNM നടത്തുന്നത്, ഒരു ടീം വർക്കാണ്. അവരെ അസൈൻ ചെയ്തും അവരുടെ കൂടെ നിന്നും ഒരു നേതാവാണോ എന്ന് ചോദിച്ചാൽ നേതാവ്, എന്നാൽ ഒരു സാധാ ജീവനക്കാരിയാണോ എന്ന് ചോദിച്ചാൽ ജീവനക്കാരി. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ മൂവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും. അപ്പൊ എന്തായാലും എല്ലാവരുടെയും സഹകരണം കൊണ്ട് തരക്കടില്ലാതെ PNNM സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഏതെല്ലാം തരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പ്രോത്സാഹനങ്ങൾ എന്ന് പറയത്തക്കതൊന്നുമില്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം സ്റ്റേറ്റിനെയും. അതേപോലെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് PNNM. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നും എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. എന്നിരുന്നാലും ഒരു സ്ഥാപനം നടത്താനുള്ള, കേരളത്തില് ഒരു സ്ഥാപനം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടാറുണ്ട്. അത് രാഷ്ട്രീയപരമായാലും ശരി, അല്ലാതെ പല സംഘടനകളായാലും ശരി, അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാറുണ്ട്. എങ്ങനെയൊക്കെയോ ദൈവാധീനം കൊണ്ട് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ മറികടന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വിജയപ്രദമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സന്തോഷം. മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും. അത് ഒരുപക്ഷെ തുറന്നു പറയാൻ മടിയില്ലെങ്കിൽ തുറന്നു പറയാം. എന്താണ് ഇനിയുള്ള ആ ഒരു ലക്ഷ്യം? PNNMനെ ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ എത്തിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ഇൻ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയാം. എങ്കിലും ഏറ്റവും നല്ല ഒരു കോളേജ് ആക്കുക. ഇപ്പൊ നാക്കിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ആദ്യമായി നാക്ക് കിട്ടുന്ന കോളേജ് PNNM ആവും. ഈ ചെറുതുരുത്തിയിലെ ഈ സാധാ ഒരു ഗ്രാമത്തിലെ കോളേജ് ആവാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഗ്രാമവാസികളുടെ ഒരു സ്നേഹം വ്യത്യാസമല്ലേ. ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റിനേക്കാളും എത്രയോ കറകളഞ്ഞ സ്നേഹമുള്ള ഒരുപാട് പേര് നമ്മുടെ വള്ളുവനാടൻ നന്മ നമ്മുടെ എല്ലാ ജീവനക്കാരിലും ഉണ്ട്. പിന്നെ ബഹുജനം പലവിധം, 1-2 നമ്മൾ കണക്കാക്കണ്ട എന്നാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒരു കപ്പൽ ഓടുമ്പോൾ അതിലുള്ള 100 പേരും ഒരുപോലെ നന്നാവണം എന്നില്ല. ഒരു 10 കപ്പിത്താന്മാരും മതി ഒരു കപ്പൽ ഓടിക്കാൻ എന്നാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ അതുമൂലം ഉള്ള നല്ല സ്റ്റാഫുകളെ ചേർത്ത് നിർത്തി ഇനിയും PNNMനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനാണ് എൻ്റെ ശ്രമം. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ സഞ്ചരിച്ച ആ വഴിയിലൂടെ കൂടെ കൈപിടിച്ച് നടന്നതുകൊണ്ട് കുറച്ച് ഊർജ്ജം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അച്ഛൻ്റെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടുമല്ലോ. തളരാൻ പോകുന്ന നിമിഷത്തിൽ തളരാനില്ലാത്ത, ചിരിച്ചുകൊണ്ട് ആളുകളെ ഫേസ് ചെയ്യുന്ന ഒരു മുഖം. തളർച്ച വന്നിട്ടുണ്ട്, ജീവിതത്തിലെ എല്ലാ ഭാവങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. തളർച്ച വന്നിട്ടുണ്ട്, പേഴ്സണൽ ലൈഫിൽ തളർച്ചകൾ വന്നിട്ടുണ്ട്, പ്രൊഫഷണൽ ലൈഫിൽ തളർച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതെല്ലാം മറികടക്കുക, അതിജീവിക്കുക എന്നുള്ളതാണല്ലോ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞു തന്ന ഒരുപാട് പാഠങ്ങൾ. പക്ഷെ അച്ഛനൊരു രാഷ്ട്രീയം ഉള്ള ആളും കൂടിയായിരുന്നു. അതൊരു പ്രത്യേക പാർട്ടി എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതീതനായ ഒരു മനുഷ്യനുമായിരുന്നു. എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരിയല്ല,
എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. നാട് നന്നാവണമെന്നേ ഉള്ളൂ, ആളുകൾ നന്നായി ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രയത്നത്തിന്റെ ആ ഒരു വഴിയിലാണ്. എന്തായാലും പുതുതലമുറകൾ ഈ ആയുർവേദത്തെ ചേർത്ത് പിടിക്കട്ടെ, പൊതുസമൂഹം ആയുർവേദത്തെ ചേർത്ത് പിടിക്കട്ടെ, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് മാമിനൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചത്. ഞങ്ങൾ പിന്നിട്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും പഴയ ആ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് ചെറിയൊരു പക്ഷെ കണ്ണിന് ഈറനണിയിക്കാം. ഇന്ന് അച്ഛൻ ഇത് നമ്മളോടൊപ്പം ഇരുന്ന് ഇവിടെ ഉണ്ട്, ഈ മുറിയിൽ നമ്മളോടൊപ്പം ഉണ്ട്, കാണുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, അച്ഛൻ കാണിച്ചു തന്ന വഴിയിലൂടെ ശൃംഗേരി മഠത്തിന്റെ അനുഗ്രഹാശിസുകളോടെ നടന്നു നീങ്ങാൻ സാധിക്കണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. ആയുർവേദത്തിനെ ഒരു ജീവിത രീതിയാക്കി മാറ്റാനുള്ള ഒരു മനസ്സ് എല്ലാ മലയാളികളും കാണിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് രോഗത്തിൽ നിന്ന് നമുക്ക് മുക്തരാവാം എന്നതാണ്. അത് തെളിയിക്കപ്പെട്ടതാണ് ഈ ശാസ്ത്രം. അപ്പോൾ ആയുർവേദത്തിനെ മനസ്സോട് ചേർത്ത് പിടിച്ച് എല്ലാവരും സ്നേഹിക്കണം. PNNനും കുടുംബത്തിനോടൊപ്പം ഉണ്ടാവണം. നല്ലവരായ നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും നേരുന്നു. എന്തായാലും യാത്ര തുടരട്ടെ. യാത്രയോടൊപ്പം ഇടയ്ക്ക് ഞങ്ങളും കൈകോർക്കാം, ചേർന്ന് പിടിക്കാം, മുന്നോട്ട് സഞ്ചരിക്കട്ടെ. ഒരുപാട് പേർക്ക് അത്താണിയാവട്ടെ. ഒരുപക്ഷെ വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു രോഗി ഓരോ ആതുരാലയങ്ങളിലേക്ക് കയറി ഇറങ്ങുന്നത്. ഇവിടെന്നെങ്കിലും എനിക്കൊന്ന് ജീവിതത്തിൽ ഒന്ന് മുന്നോട്ട് പോകണമെന്ന്. അത്തരത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്നവർ നിറമനസ്സോടുകൂടി ഈ പടി ഇറങ്ങുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വേദനം. അതിനപ്പുറം ഒന്നുമില്ല. തീർച്ചയായും ആ ഒരു സന്തോഷത്തിനപ്പുറം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ രോഗികളോട് അടുത്ത് ഇടപഴകാറുണ്ട്, അവരുടെ അസുഖങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതം ഇപ്പോൾ PNNMലാൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും ആയുർവേദത്തെ സ്നേഹിക്കാനുള്ള മനസ്സും എല്ലാവരും കാണിക്കട്ടെ. എന്തായാലും കോഴ്സുകളെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഞങ്ങൾ എന്തായാലും നമ്പർ കൊടുക്കുന്നുണ്ട്. ധാരാളം പേർ ഇവിടേക്ക് കടന്നു വരട്ടെ. പുതിയ സമൂഹത്തിന്റെ പുതിയ യുവതലമുറകൾ ഒരുപക്ഷെ പുറം രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ അത് നമുക്ക് തടസ്സം ചെയ്യാൻ പറ്റില്ല. പക്ഷെ കയ്യിലൊരു നല്ലൊരു കോഴ്സ് ഉണ്ടെങ്കിൽ, അർഹതപ്പെട്ട കോഴ്സ്, അതിപ്പോൾ ഹ്രസ്വാല കോഴ്സ് തൊട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായും ചിട്ടയായിട്ടാണ് നമ്മുടെ സ്ഥാപനം നടത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എനി ടൈം ന്യൂസിനോടൊപ്പം അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നന്ദി പറയുകയാണ്. താങ്ക് യു. പിന്നിട്ട വഴികളിൽ ഒരാളാക്കി എന്നെ മാറ്റിയതിന് സന്തോഷം. താങ്ക് യു.